വീടുകളിൽ സന്ദർശിക്കുകയുണ്ടായി. എല്ലാ വീടുകളും മരണ വീടുകളായിരുന്നു. മരണപ്പെട്ടുപോയ വാപ്പയുള്ള വീട്, മരണപ്പെട്ടുപോയ ഉമ്മയുള്ള വീട്, മരണാനന്തരം ആ വീടുകളും അവരുടെ മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മരണമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എൻ്റെ വീട് നിർമ്മാണമോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹമോ, മക്കളുടെ കഴിഞ്ഞിട്ട് പേരക്കുട്ടികളുടെ വിവാഹമോ അല്ലെങ്കിൽ അവരുടെ കല്യാണങ്ങളും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പലതും നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്കളും പേരക്കുട്ടികളും അവരുടെ വീടും അവരുടെ വിവാഹമൊക്കെ നല്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. അതേസമയത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കണ്ണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം അത് യഥാർത്ഥത്തിൽ സ്വന്തം മക്കളുടെ കല്യാണത്തിലേക്കും വീട് നിർമ്മാണത്തിലേക്കും അതിനപ്പുറം അവരുടെ ഏതെങ്കിലും ഗൾഫും ജോലിയും തൊഴിലൊക്കെ ആയി അത്രത്തോളം ചെറിയ ദൂരത്തിൽ പോയാൽ പോരാ. അവൻ്റെ കണ്ണ് അള്ളാഹുവിലേക്ക് നീണ്ടു, അവൻ്റെ ചിന്തകളും ഓർമ്മകളൊക്കെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ സ്വന്തം മരണം, ജീവിതത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, മൂത്തു കബല തമൂത്ത്, നിങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് മരിച്ചു നോക്കണം, നല്ലതാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങളൊക്കെ ഒന്ന് മരിക്കുന്നത് നല്ലതാണ്. മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതല്ല, നമ്മുടെ റൂഹ് പിടിക്കുന്ന രംഗം ഒന്ന് ഓർക്കണം. ഇസ്രായേൽ വരുന്ന രംഗം ഒന്ന് ഓർക്കണം. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ റൂഹ് പിടിക്കുന്ന രംഗം ഒരുപക്ഷെ അതൊക്കെ ധാരാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഹദീസിലൂടെ, നീണ്ട ഹദീസിലൂടെ റൂഹ് പിടിക്കുന്ന രംഗമൊക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നല്ല റൂഹാണെങ്കിൽ എങ്ങനെയായിരിക്കും, നല്ല മനുഷ്യനാണെങ്കിൽ നമ്മുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെ എന്ന് പ്രവാചകൻ ഇങ്ങനെ ആവിഷ്കരിച്ച് തരുന്നുണ്ട്. ഒരു മോശപ്പെട്ട ജീവിതം നയിച്ച ആളുകൾ റൂഹ് മലക്കുകൾ എങ്ങനെ പിടിക്കുക? ഇസ്രായേൽ മാത്രല്ല, മനുഷ്യനെ മയ്യത്ത് പിടിക്കുന്നത് ഇസ്രായേലിന്റെ കൂടെ ഒരു സംഘം ആളുകൾ ഉണ്ടാവുന്നതാണ്. ഇസ്രായേൽ മാത്രല്ല, ഇസ്രായേലും ഒരു സംഘം മലക്കുകളും ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത്. അപ്പൊ റൂഹ് പിടിക്കുന്ന മരിക്കുന്ന രംഗം മുതൽ, ആ റൂഹുമായിട്ട് പോകുന്ന രംഗം മുതൽ അവിടെ നിന്നങ്ങോട്ട് നമ്മുടെയൊക്കെ വീട്ടിനകത്ത് പോലും പലപ്പോഴും നമ്മുടെയൊക്കെ റൂമിൽ, വീട്ടിലേക്ക് വലിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ചവരെല്ലാവരും വലിയ വീടുണ്ടാക്കി വെച്ചവരാ. ആ വീട്ടിൽ പലപ്പോഴും ബെഡ്റൂം, ബാത്റൂം, ഡൈനിങ് ഹാള്, അതിന്റെ ഡെക്കറേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫർണിച്ചറുകൾ, അതുമായി ബന്ധപ്പെട്ട വലിയ വീട്. ഈ കാലഘട്ടത്തിൽ വീട് തന്നെ യഥാർത്ഥത്തിൽ 10,000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുന്ന ആളുകളുണ്ട്. 4, 5, 10 കോടിക്ക് വീടുണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട വീട് എന്നർത്ഥത്തിൽ, ഇത് ഞാനിടാ വീട് എന്നർത്ഥത്തിൽ വലിയ അഹങ്കാരത്തോടെയും ആർഭാടത്തോടെയും ആഡംബരത്തോടെയും ഉണ്ടാക്കി വെച്ച വീടുകളുണ്ട്. പക്ഷെ വീടുകളെ ഒരു മരണവീട് ആവുന്ന രംഗം ഒന്ന് ആലോചിക്കണമെന്നല്ല. ഞാൻ ഉണ്ടാക്കിയ മഹാവീട്ടിൽ ഞാൻ മരിക്കുന്നത്, എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്, വീടിന്റെ ഏത് കട്ടിലില്ല എന്നെ കെടുത്തുക എന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഖിബലയ്ക്ക് അഭിമുഖീകരിച്ച് ആ ജനാസ വെക്കുന്ന രംഗം ആലോചിച്ച് നോക്കുക. എന്റെ വീട്ടില് ഞാൻ മരിച്ചു എന്നറിയുമ്പോൾ ആളുകൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും മനസ്സിൽ കരുതുക. എന്റെ വീട്ടിനകത്ത് ഞാനൊരു ജനാസയായി കിടക്കുന്നതും അപ്പോൾ എന്റെ ഭാര്യ അപ്പുറത്ത് കണ്ണു നിറഞ്ഞ് ഹൃദയം പൊട്ടിയിരിക്കുന്ന ചിത്രം, എന്റെ മക്കളൊക്കെ ഏതോർത്ഥത്തിൽ വലിയ വിഷമത്തോടെ വേദനയോടെ നിൽക്കുന്ന ചിത്രം, എന്റെ കുടുംബാദികള്, ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കളൊക്കെ എല്ലാവരും എന്റെ വീട്ടിലേക്ക് എന്റെ ജനാസ കാണാൻ വരുന്ന രംഗം ഉൾപ്പെടെ അവസാനം എന്നെ കുളിപ്പിച്ച്, അതിന് പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ റൂമിൽ, ഏതോ ബാത്റൂമിൽ, ഏതോ ബെഡ്റൂമിൽ എവിടെയോ എന്നെ കുളിപ്പിക്കുന്ന രംഗം ഉൾപ്പെടെ, അവിടെ നിന്നങ്ങോട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജനാസ പള്ളികളിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ആലോചിക്കണം. ജീവിതത്തിൽ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും വലുത് നമ്മുടെ മരണമാണ്, നമ്മുടെ ജീവിതമല്ല. ഇത് നല്ലൊരു മരണം കിട്ടുക എന്നത് നമ്മളെല്ലാവരും അല്ലാഹുവോട് ധാരാളമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എനിക്ക് നീ നല്ല മരണം നൽകണം തമ്പുരാനെ. പഠിച്ചവന്റെ മരണം നല്ല മരണം, മരിക്കുമ്പോ
ഹുസ്നുൽ ഖാത്തിമ, സൂഉൽ ഖാത്തിമ. രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പല സൂഫി പണ്ഡിതന്മാരും ആലിമീങ്ങളൊക്കെ നല്ല മരണം, മോശം മരണം, ഇങ്ങനെ മരണത്തെ രണ്ട് രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല മരണം കിട്ടുന്ന അവസ്ഥ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ധാരാളം രചനകളുണ്ട്. ഞാൻ പറയുന്നത് ജീവിതത്തിൽ അഫറഅയ്തും ഇൻ മത്തഅനാഹും സിനീൻ, അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما اغنى عنهم ما كانوا يمتعون. അഫറഅയ്ത, നീ ചിന്തിക്കുന്നില്ലേ, ഇൻ മത്തഅനാഹും സിനീൻ, വർഷങ്ങളോളം ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വാദനങ്ങൾക്ക് നൽകിയ മനുഷ്യൻ അവരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ, വർഷങ്ങളോളം എന്റെ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ പ്രദാനം ചെയ്ത മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? സുമ്മ ജാഅഹും മാ യുഅദൂൻ, പിന്നീട് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള മരണം, അവർക്ക് താക്കീത്, വാഗ്ദാനം താക്കീത്, വഅദും വഈദ്, ജീവിതത്തിൽ ഒരു വാഗ്ദാനാണ്, ഒരു താക്കീതുമാണ്, മരിക്കും. ജീവിതത്തിൽ മരണം എന്ന് പറയുന്ന നമുക്കൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അള്ളാഹ് ഭീഷണിപ്പെടുത്തുക, ബഷീറൻ വനദീറ, ബഷീറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നതും പേടിപ്പിക്കുന്നവരുമാണ്. പേടിക്കണം മരണത്തെക്കുറിച്ച്. ഒരു ഭയവും പേടിയും ഒക്കെ മരണത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തിൽ വർഷങ്ങളോളം നീണ്ടു നിന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകിയിട്ട് അത് അവസാനിച്ചുകൊണ്ടൊരു മരണം വരുന്നതിനെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ആസ്വദിച്ചിരുന്ന പലതും, ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന പലതും അവർക്ക് ഒരർത്ഥത്തിൽ ഉപകാരപ്പെടപ്പെട്ടൊള്ളുന്നില്ല. മക്കളുണ്ട്, അവർ അബുദാബിയിലാണ്, ദുബായിലാണ്, ഇപ്പൊ ജർമ്മനിയാണ്, UK ആണ്, UK-യിലുണ്ട്, ജർമ്മനിയിലുണ്ട് എന്നൊക്കെ പറയാൻ മാത്രം മക്കളും സൗകര്യങ്ങളും സമ്പത്തും വീടും, നേരത്തെ പറഞ്ഞ 10,000 സ്ക്വയർ ഫീറ്റ് വീടും 5 കോടിയുടെ വീടും ഏതെങ്കിലും 2 കോടി രൂപയ്ക്ക് കല്യാണം നടത്തിയതും മകൾക്ക് 100 പവൻ കൊടുത്തതും കാറ് വാങ്ങി ഇങ്ങനെ വെച്ചതും, അങ്ങനെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വല്ലാതെ ആസ്വദിച്ച്, അതൊക്കെയാണല്ലോ പല ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ. എന്റെ മക്കളുടെ കല്യാണം, ആ കല്യാണം വലിയ കല്യാണം, അതിൽ 1 കോടി 2 കോടിയൊക്കെ ചെലവഴിച്ചുള്ള കല്യാണ പന്തല് തന്നെ ഒരു സ്വർഗ്ഗലോകം, ഭൂമി ലോകത്ത് സ്വർഗം സൃഷ്ടിക്കുന്ന വിധത്തിൽ സ്വർഗത്തിൽ കിട്ടുന്നതൊക്കെ കല്യാണ വീട്ടിൽ കിട്ടണം, എല്ലാം ഉള്ളത് കല്യാണം, എല്ലാം നിറഞ്ഞ കല്യാണം, എല്ലാം തികഞ്ഞ കല്യാണം, അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കല്യാണ പന്തലുകൾ. ജീവിതത്തിൽ ഇങ്ങനെയുള്ള വലിയ ആർഭാട കല്യാണങ്ങൾ നടത്തിയത്, വലിയ വീടുകൾ പണിതത്, ജീവിതത്തിൽ ഇതുപോലുള്ള സൗകര്യങ്ങളുള്ള ജീവിതം, ഇങ്ങനെ ജീവിതത്തിൽ നാം ആസ്വദിച്ചിരുന്ന പലതും, മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ, അവരുടെ ജീവിതത്തിൽ ആസ്വദിച്ചിരുന്ന, ജീവിതത്തിൽ വലിയ ആർഭാടത്തോടെയും അഹങ്കാരത്തോടെയും ഉപയോഗിച്ചിരുന്ന പലതും അവർക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു നാൾ വരാനുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ജീവിതത്തിൽ മരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ ഖുർആനിലെ ഏതെങ്കിലും ഒരു പേജ്, സൂറത്തുൽ ഫാത്തിഹ തന്നെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, അവിടെ വെച്ചല്ലേ മാലികി യൗമിദ്ദീൻ, എന്തെന്റെ അർത്ഥം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകം അള്ളാഹുവിൻ്റെതാണ്, ഈ ലോകത്തെ ജീവിതം അള്ളാഹുവിൻ്റെതാണ്, അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകം പടച്ച റബ്ബിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കൂ. ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും, ശ്വാസോച്ഛ്വാസം വിടുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ, എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ ആകാശഭൂമിക്ക് അള്ളാഹുവിന്റെ അൽഹംദുലില്ലാ അർറഹ്മാനിർ റഹീം, അവൻ ഒരുപാട് കാരുണ്യം നൽകുന്നുണ്ട്, അള്ളാഹുവിന്റെ ഒരുപാട് സ്നേഹം നിന്നോടുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം ജീവിതത്തിൽ മുഴുവനുണ്ട്. മറക്കരുത്. നെക്സ്റ്റ് വൺ, മാലികി യൗമിദ്ദീൻ, ഒരു വല്ലാത്ത വാക്കാണ് മാലികി യൗമിദ്ദീൻ. ഈ ജീവിതത്തിൽ വേറൊരു ലോകമുണ്ട്, അവിടെ അള്ളാഹുവിന്റെ ഉടമസ്ഥ ഉണ്ടാവാം. ഒരുപക്ഷെ ഇവിടെ അള്ളാഹു പലർക്കും ഭാഗികമായി ഉടമസ്ഥകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, ഇവിടെ യഥാർത്ഥ സംഘപരിവാറുണ്ട്, ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുകാരുണ്ട്, പൈസക്കാര് പണക്കാരൊക്കെ ഉണ്ട്, ഇവിടെ അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ ഒരുപാട് ചെറുതും വലുതുമായ ആളുകളും അധികാരികളൊക്കെ ഉണ്ട്. പക്ഷേ മാലികി യൗമിദ്ദീൻ, നിങ്ങൾ മരണപ്പെട്ടാൽ അതിനുശേഷം ഒരു ലോകമുണ്ട്, അവിടുത്തെ യഥാർത്ഥ ഉടമസ്ഥൻ ഒരേ ഒരു ഐനൽ മുലൂക്ക്,
ഐനൽ മുലൂക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതജബ്ബിറൂൻ. എവിടെയോ അടുത്ത ഭരണാധികാരികൾ, എവിടെയാണ് ഇവിടുത്തെ വലിയ വലിയ അഹങ്കാരികളൊക്കെ എവിടെ എന്ന്. ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ഈ ആകാശങ്ങളും ഭൂമികളൊക്കെ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി, ഈ ആകാശങ്ങളൊക്കെ ചുരുട്ടി അള്ളാഹുവിന്റെ കൈകളിൽ വെക്കും. പടച്ചറബ് ഈ ആകാശങ്ങളൊക്കെ ചുരുട്ടി ഭൂമിയൊക്കെ കയ്യിലെടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഇന്നത്തെ അധികാരം, ഇന്നത്തെ ഭരണാധികാരി ആരാണ്? അതുകൊണ്ട് ജീവിതത്തിൽ മാലിക് യൗമിദ്ദീൻ, മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ലോകം അത് പൂർണ്ണമായി അള്ളാഹുവിന്റെ കൈകളിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മരിക്കുന്നതിന് ശേഷം ഒരു ലോകം അത് അള്ളാഹുവിൻ്റെതാണ്. അവിടെ അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ മഹ്ശറ, അള്ളാഹുവിന്റെ സിറാത്ത്, അള്ളാഹു ഒരുക്കിയ മഹ്ശറ, അള്ളാഹുവിന്റെ സ്വർഗം, അള്ളാഹുവിന്റെ നരകം. അള്ളാഹു ഈ സൂര്യനെ അങ്ങോട്ട് കൊണ്ടുവരും, അള്ളാഹു ഈ പറയുന്ന ഗ്രഹങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരും. അവിടെ എല്ലാവരും, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടുമ്പോ നിങ്ങൾ ഷർട്ട് ധരിപ്പിച്ചോണമെന്നില്ല, വസ്ത്രം ധരിക്കില്ല. ഇന്നക്കും തുഹ്ശറൂൻ ഹുഫാതൻ ഉറാതൻ ഗുർല. ആ മഹ്ശറയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെരുപ്പിടാൻ പോലും സമ്മതിക്കില്ല. നിങ്ങൾ സുന്നത്ത് പോലും ചെയ്തിട്ടുണ്ടാവില്ല. സുന്നത്ത് ചെയ്യാൻ പറയില്ലേ, ചെരുപ്പിടാൻ കഴിയില്ല. വിയർത്തൊലിക്കുന്ന ലോകമുണ്ട്. അങ്ങനത്തെ ഒരു മഹ്ശറയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ മാലിക് യൗമിദ്ദീൻ. ഖുർആൻ വായിക്കുമ്പോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്, ഖുർആനിലെ ഒരു പേജെങ്കിലും പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകത്തെക്കുറിച്ച്, ജീവിതത്തിൽ വരാൻ പോകുന്ന പരലോകത്തെക്കുറിച്ച് പറയാത്ത ഒരു പേജ് പോലും ഖുർആനിൽ കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോ വേണമെങ്കിൽ ഖുർആനില് ഏതെങ്കിലും ഒരു അധ്യായത്തിട്ട് സൂറത്തുൽ മൗത്ത്, അല്ലെങ്കിൽ സൂറത്തുൽ ആഖിറ, അല്ലെങ്കിൽ സൂറത്തുൽ ജഹന്നം, സൂറത്തുൽ നാർ, അങ്ങനെയൊക്കെ ഒരു മരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂറത്ത്, മരണാനന്തര വിശേഷങ്ങള്, അതല്ലെങ്കിൽ പരലോക വിശേഷങ്ങളൊക്കെ ഒരു സൂറത്തില്, ഒരു അധ്യായത്തില് 2, 3, 4 അധ്യായത്തിലിട്ട് പറയാമായിരുന്നു. ഖുർആന്റെ ശൈലി അങ്ങനെയല്ല. ഖുർആൻ പരലോകത്തെ പറ്റി പറയുന്നത്, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി, മരണത്തെ പറ്റി പറയുന്നത് എപ്പോഴും ഏത് കാര്യം പറയുമ്പോഴും ഉടൻ തന്നെ നേരെ പരലോകത്തേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോവുകയാണ്. ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും, ഏത് വിഷയം, വിവാഹത്തെ പറ്റി പറയാം, മാതാപിതാക്കളെ പറ്റി പറയും, മക്കളെ പറ്റി പറയും, അവർക്ക് മൊലിയൂട്ടുന്നതിനെ പറ്റി പറയും, ഗർഭത്തെ കുറിച്ച് പറയും, പലിശയെ കുറിച്ച് പറയും, കടം കൊടുക്കുന്നതിനെ കുറിച്ച് പറയും, ത്വലാഖിനെ കുറിച്ച് പറഞ്ഞു, ഫസ്ഖിനെ കുറിച്ച് പറഞ്ഞു. ജീവിതത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും ആ പറയുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് നേരൊരു പരലോകബോധ. الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين ويل للمطففين. അളവ് തൂക്കത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്ന ആളുകൾ, കള്ളക്കണക്ക് എഴുതുന്ന ആളുകൾ, ഏതെങ്കിലും അളവ് തോതുകളിൽ കൃത്രിമത്വം വരുത്തുന്നവർ, കച്ചവടക്കാരും ബിസിനസ്സുകാരും. അളവ് തൂക്കം എന്ന് കേൾക്കുമ്പോൾ ഏറെങ്കിലും തുലാസിലേക്ക് മാത്രം പോകണ്ട. നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ കണക്ക് എഴുതുന്ന കാര്യങ്ങളിൽ, നമ്മുടെ കച്ചവടം ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ പറയുന്ന വില, ഇടുന്ന വില, കൊടുക്കുന്ന പൈസ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സത്യസന്ധമല്ലാതെ എന്തെങ്കിലൊക്കെ തട്ടിപ്പും എന്തെങ്കിലും കളവ് ചെയ്ത് ചെറുതോ വലുതോ ആയിട്ട് അങ്ങനെ 4 കാശുണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹു പറയാ വൈലുല്ലിൽ മുത്തഫിഫീൻ. കച്ചവടം ചെയ്യുന്നവരും ഇടപാടുകൾ നടത്തുന്നവരും എല്ലാവരും മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഒരു തട്ടിപ്പിന്റെ സ്വഭാവത്തിൽ, ഒരു കള്ളത്തരത്തിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ കള്ള ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈലുല്ലിൽ മുത്തഫിഫീൻ, നരകമാണ് നിങ്ങളുടെ ആ ലാഭത്തിലുള്ളത്. നിങ്ങളുടെ തുലാസിൽ നരകം കത്തുന്നുണ്ട്. നിങ്ങൾ കിട്ടുന്ന പൈസയിൽ, നിങ്ങളുടെ ദിർഹമുകളിൽ, നിങ്ങളുടെ ദീനാറുകളിൽ, നിങ്ങളുടെ ഗൂഗിൾ പേകളിൽ നരകത്തിന്റെ ചൂടുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവ് തൂക്കത്തിൽ കൃത്രിമത്വം വരുത്തുന്ന, തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ നരകമുണ്ട്. അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ, അവർ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്നും അളന്ന് ഇങ്ങോട്ടെടുക്കുമ്പോൾ അത് പൂർത്തീകരിച്ചു കൊണ്ടെടുക്കും. കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങാവുന്ന പൈസ മൊത്തം ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കും. പക്ഷെ ഇതാ കാലൂഹും അവസലുഹും, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നാം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, നാം അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിലെന്തൊക്കെയോ കുറവ്, പിശുക്ക് വരുത്തും. അങ്ങനെ ചെയ്യുന്ന ആളുകൾ
അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ. ഒരു വല്ലാത്ത അലാ, പിന്നെ പറഞ്ഞു അല അറിയണം. അതെത്ര ചെയ്തിട്ട് പറയുന്നത് ഇൻവെർട്ടഡ് കോമിൽ എന്താ പറയാ, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ. അവർ വിചാരിക്കുന്നില്ലേ അവര് മരിക്കുമെന്നും മരിച്ചിട്ട് വീണ്ടും നിങ്ങൾ ഒരു പുനരുജ്ജീവിക്കുമെന്നും അവരറിയുന്നില്ലേ? ലിയൗമിൻ അദീം, ഒരു വലിയ ദിവസം, ഒരു മഹാ ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രംഗം. പടച്ച റബ്ബ് വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു അന്നാ ലഹു ദിക്റ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ നാഥൻ ഇങ്ങോട്ട് വരും, അല്ല ഇങ്ങോട്ട് വരും. വജാഅ റബ്ബുക, അല്ല ഇങ്ങോട്ട് വരും. വൽ മലക്കു സഫൻ സഫ, മലക്കുകൾ അണിയണിയായി വരി വരിയായി ഇങ്ങനെ നിൽക്കുമ്പോ പടച്ച റബ്ബ് അങ്ങോട്ട് വരും. അങ്ങനെ അള്ളാഹു കടന്നു വരികയും യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ മുമ്പിൽ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മരിച്ചതിന് ശേഷം പോയി പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചു. ഞാൻ നിങ്ങളൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കണം. ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിന്റെ സന്നിധാനയിൽ പോകുന്ന രംഗം, അതിനെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത്തരം കാര്യങ്ങൾ. പക്ഷെ കൊച്ചു കൊച്ചു സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മളൊക്കെ സാധാരണ സുഹൃത്ത് അമ്മ ജുസ് എന്നൊക്കെ പറയും, എല്ലാവർക്കും കാണാതറിയാം. കൊച്ചു കൊച്ചു സുഹൃത്തുക്കൾ. എന്താ ഈ കൊച്ചു കൊച്ചു സുഹൃത്തുക്കളുടെ പ്രമേയം? അമ്മ യതസഅലൂൻ അനിൻ നബ. എന്താ അമ്മ? സുഹൃത്ത് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ അവരെന്തിനെ കുറിച്ചാ പറയുന്നത്, അവരെന്തിനെ കുറിച്ചാ ചർച്ച ചെയ്യുന്നത്? അമ്മ അമ്മ എന്തിനെ കുറിച്ചാ യതസഅലൂൻ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ടത് എന്തിനെ കുറിച്ചാണെന്നറിയോ? മരണത്തെ കുറിച്ചാ, ലോകാവസാനത്തെ കുറിച്ചാ, പരലോകത്തെ കുറിച്ചാ. അനിൻ നബഇൽ അദീം, ഒരു വലിയ സംഭവമാണ് മരണം. ഇന്നത്തെ ലിബറൽ പുതുതലമുറയുടെ മരണം അതൊക്കെ അപ്പം നോക്കാന്നല്ലാതെ മരണത്തെ പരിഹസിക്കുന്നവർ, പരലോകത്തെ പരിഹസിക്കുന്നവർ, പരലോക കാഴ്ചകളെ പോലും തമാശയാക്കുന്നവർ, പരലോക കാഴ്ചകളെ പോലും പരിഹസിക്കുന്നവർ, ഈ ലിബറൽ തലമുറകളുടെ മുമ്പിൽ മരണം എന്നതുപോലും അവർക്കൊരു തമാശയാണ്. അവരതിനെപ്പോലും പരിഹസിക്കുന്നതാണ്. അവരുപയോഗിക്കുന്ന വാക്ക് പോലും തട്ടിപ്പോയി, ക്ലോസ് ആയി, കാറ്റുപോയി, വടിയായി, അങ്ങനെയൊക്കെ. ചിലപ്പോഴൊക്കെ ഞാനൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ ഒരു അപകടമൊക്കെ പറ്റി മയ്യത്തോടെ കിടക്കുമ്പോ ആ ബസ്സിൽ നിന്ന് പറയാം വടിയായെന്ന് തോന്നുന്നു, ക്ലോസ് ആയി, കാറ്റുപോയി. നമ്മുടെ ആളുകളുടെ പദങ്ങൾ വരെ പരിഹാസപൂർവമായ പദങ്ങൾ. പക്ഷെ നമ്മളൊക്കെ പറയുന്നത് ഇന്തക്കലില്ല, റഹ്മത്തില്ല, ദഹബയില്ല, ദിമ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പോയി. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ ലോകത്തേക്ക് എന്റെ പിതാവ് പോയി, എന്റെ ഉമ്മ പോയി. അള്ളാഹുവിന്റെ ദിമ്മത്തില്ല, അള്ളാഹുവിന്റെ സംരക്ഷണ കവചത്തിലേക്ക്. പടച്ച റബ്ബേ, നിന്റെ സംരക്ഷണം വേണം, നിന്റെ കാവല ലോകത്തേക്ക് എന്റെ മാതാവ് വന്നു, എന്റെ പിതാവ് വന്നു, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ വരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, കലിമത്തുൽ ഇസ്തിർജാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലദീന ഇദാ അസ്വബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ ഒരു പ്രയാസം, ഒരു മരണം, ഒരു വലിയ വേദന വരുമ്പോൾ നിങ്ങൾ പറയണം, വിശ്വാസി അല്ലദീന ഇദാ അസ്വബത്തുഹും മുസീബ, സത്യവിശ്വാസികൾക്ക് ഒരു പ്രയാസം വന്നാൽ അവർ പറയും ഇന്നാ ലില്ലാഹ്, അല്ലാഹു ഞങ്ങളെല്ലാം നിന്റെ അടുത്ത് നിന്ന് വന്നതാ, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു നിന്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരാനുള്ളതാ. ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു മരണമൊക്കെ സംഭവിക്കുമ്പോ, വലിയ വേദനയും മരണമൊക്കെ സംഭവിക്കുമ്പോ അത് മറികടക്കാനുള്ള വാക്കാണ് ഈ കലിമത്തുൽ ഇസ്തിർജാ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു പക്ഷേ വാപ്പ മരിച്ചു എന്ന് കേൾക്കുമ്പോ, ഉമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോ, ജീവിതത്തിൽ സ്വന്തം മക്കൾ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ താങ്ങാൻ കഴിയാത്ത വിഷമവും വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ അറിയാതെ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പദത്തിന്റെ അർത്ഥം? പ്രത്യേകിച്ചും മക്കളൊക്കെ മരിക്കുന്ന മാതാപിതാക്കളുടെ വിഷമവും വേദനയും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് വല്ലാത്ത വിഷമവും വേദനയായിരിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു തന്നെ അസ്രായേലിനോട് ചോദിക്കുന്ന അഖബൽതു ഫുആദ അബ്ദി,
നീ എന്റെ അടിമയുടെ ചങ്കിനെ പിടിച്ചോ അസ്രായിലെ എന്ന് അസ്രായിലിനോട് അള്ള ചോദിക്കത്രേ. അപ്പൊ അസ്രായിൽ പറയും ഞാൻ കബൽത്തു, ഞാൻ നിന്റെ അടിമയുടെ പകരം പിടിച്ചിട്ടുണ്ട്. റൂഹ്, അതായത് അള്ളാഹു തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹ്ക്ക് തന്നെ അറിയാത്ത മാതിരി അള്ള ചോദിക്കുക അസ്രായിലിനോട്, നീ എന്റെ അടിമയെ ചങ്കിനെ പിടിച്ചോ അസ്രായിലെ. അസ്രായിൽ പറയും താങ്കളുടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാദാ ഖാല അബ്ദി, സ്വന്തം മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താണ് ആ പിതാവ് പറഞ്ഞത്? ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. സ്വന്തം കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോ എന്താ പിതാവ് പറഞ്ഞത്? അള്ള ചോദിക്കുക, അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ അള്ള ചോദിക്കുക. അപ്പോ ഇസ്രായേൽ പറഞ്ഞു ഹമിദക വസ്തർജഅക, ഹമിദക വസ്തർജഅക. സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടപ്പോ പോലും ആ പിതാവ് പറഞ്ഞത് അൽഹംദുലില്ലാ. ഈ അറബികളൊക്കെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേൾക്കും നമ്മളെ ആളുകൾ പരീക്ഷിക്കും. ഈ അറബികൾക്ക് എന്താ പിന്നെ മരണത്തെ അവർക്ക് എന്താ എന്തോ സന്തോഷമുള്ള കാര്യമാണോ? നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറയുമ്പോൾ ചെല്ലുന്ന അൽഹംദുലില്ലാ എന്നാ നമ്മൾ വിചാരിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹുവേ നിന്റെ വിധി എന്താണോ അത് അതാണ് അർത്ഥം. വസ്തർജഅക എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബേ ഞങ്ങൾ എല്ലാവരും നിന്റെ അടുത്തുനിന്ന് വന്നതാ. അള്ളാഹു ഞങ്ങൾ എല്ലാവരും നിന്റെ അടുത്തുനിന്ന് വന്നതാ. ഞങ്ങളുടെ ജീവിതം നീ തന്നതാ. നീ എപ്പോഴാണോ പറഞ്ഞത് അപ്പോൾ തിരിച്ചു കൊണ്ടുപോകും. എനിക്ക് നീ എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നു, നീ തിരിച്ചെടുത്തു. കലിമത്ത് ഇസ്തിർജാ. ജീവിതത്തിൽ ആര് മരിച്ചു എന്ന് കേൾക്കുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരണം മാത്രമല്ല കേട്ടോ, വലിയൊരു അപകടത്തിൽപ്പെട്ടാലും അത് പറയാം, അല്ലാതെ മരിക്കുമ്പോൾ മാത്രമൊന്നുമില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നതാണ്. പക്ഷെ അള്ളാഹു ഇത് സമയവും സന്ദർഭം വരെ തിരിച്ചെടുക്കും. അങ്ങനെ പറയുക, അങ്ങനെ ഒരു നിലപാടിന്റെ പര, ഒരു ദുആയല്ല, അതൊരു നിലപാടിന്റെ പര. ജീവിതത്തിൽ നമുക്കെല്ലാം അള്ളാഹു തന്നതാണ്. അള്ളാഹു തീരുമാനിക്കുമ്പോൾ അത് തിരിച്ചെടുക്കും. ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ കൊച്ചു കൊച്ചു സൂറത്തുകളിലെല്ലാം ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ശരിക്കും മരണവും മരണാനന്തര ജീവിതമാണ്. വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹിത്മ വമാ അദ്റാക മൽ ഹിത്മ നാറുല്ലാഹിൽ മൂഖദത്തു അല്ലത്തി തത്തലു അലൽ അഫ്ഇദ. മനുഷ്യനെ പരിഹസിക്കുന്നതും മനുഷ്യരെ പുച്ഛിക്കുകയും കുറച്ച് പൈസയും പണമൊക്കെ ഉണ്ട് അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്ന ആളുകളുടെ നെഞ്ചിലേക്ക്, അവരെ ഹൃദയത്തിലേക്ക് നരകത്തിന്റെ തീയെ ആളിപ്പടർന്ന് അവരെ ചങ്കിരി പിടിക്കും. ആ സൂറത്തിന്റെ അർത്ഥത മനസ്സിലിങ്ങനെ അഹങ്കാരം കൊണ്ട് നടന്ന് മനുഷ്യരെ അഹങ്കാരത്തോട് സംസാരിക്കുന്ന ആളുകളെ, അഹങ്കാരികളെ, മനുഷ്യരെ പരിഹസിക്കുന്നവരെ നിങ്ങളുടെ നെഞ്ചകങ്ങളിലേക്ക് അള്ളാഹുവിന്റെ നരകം ആളിപ്പടർന്നു കയറും. ഇതാണ് ആ സൂറത്തുൽ ഹുമസയിലുള്ളത്. ജീവിതത്തില് ഉള്ള സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടൊക്കെ അതിന്റെ ആഡംബരവും അതിൻ്റെതായ അഹങ്കാരമൊക്കെ കാണിച്ച് ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കുന്നവര്, അവർക്കൊരു മരിക്കുന്നോ പരലോകമൊന്നും ഓർമ്മയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൗതികത, ഈ ആർത്തി പിടിച്ച ജീവിതമൊക്കെ അവസാനിക്കുന്നത് നിങ്ങളുടെയൊക്കെ ശരീരം കൊണ്ടുപോയി ഖബറിലേക്ക്, ശ്മശാന കുഴിയിലേക്ക്, ഖബറെടുത്തിൽ കൊണ്ടുപോയി നിങ്ങളൊക്കെ മയ്യിത്ത് വെക്കുന്നത് വരെ നിങ്ങളുടെ ആർത്തി അവസാനിക്കില്ലേ? ഇത് വല്ലാത്ത ചോദ്യം. ഖുർആനെ ഞാൻ എപ്പോഴും പറയുന്നത് ഓതിയ പോരെ, ഇതൊക്കെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതെല്ലാവർക്കും ഓതാൻ അറിയാം, അങ്ങനെ ഓതാൻ മാത്രമുള്ളതല്ല ഈ സാധനം. ഇതിന്റെ അർത്ഥമൊക്കെ ശരിക്കും തഫ്സീർ ക്ലാസ്സുകളിലൊക്കെ നല്ല ഖുർആനൊക്കെ പഠിക്കുന്ന ക്ലാസ് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് ഖുർആന്റെ ശക്തിയും ഹൃദയങ്ങൾ പേടിപ്പെടുത്തുന്നത് ആണ് മനസ്സിലാവണമെങ്കിൽ ഈ ആയത്തിലേക്ക് അർത്ഥം പഠിക്കണം. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ വിചാരിക്കുന്ന ഒരു അളവും തോതിലുമല്ല മരണാനന്തര ജീവിതം. അത് വലിയ സംഭവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും മരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട മയ്യിത്ത് വീഡിയോ, മരണ വീഡിയോകളിലൊക്കെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയ കുറച്ച് വീടുകളിലേ പോയത്. നല്ല മക്കള്, നല്ല പേരക്കുട്ടികള്, ഒരു ഇസ്ലാമിക ദീനി അന്തരീക്ഷത്തോടു കൂടി ജീവിച്ച പല കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങൾ അനുഭവിക്കുന്ന
മരണത്തിന് ശേഷം പോലും അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കള്, മരണ സന്ദർഭങ്ങൾ വരെ മനോഹരമാകാൻ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും എല്ലാവരും കണ്ണ് നോക്കേണ്ടത്, പടച്ച റബ്ബേ ഞാൻ മരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞ് എന്റെ ജനാസ കൊണ്ടുപോകുന്നത്, ആ ജനാസ എന്റെ മക്കൾ ചുമക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പരലോകത്തേക്ക് പോകുന്നത്, അള്ളാഹു പോകുമ്പോൾ എന്റെ കൈകളിലുള്ള വസ്തുവകകൾ, പലപ്പോഴും ഗൾഫിലും പ്രവാസത്തിലേക്ക് പോകുന്നവർ വിസ എടുത്തിട്ടുണ്ടോ, വിസ ഉണ്ടോ, ടിക്കറ്റ് ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, ഇതെല്ലാം വെച്ചിട്ട് പലപ്പോഴും നമ്മളെ കസ്റ്റംസിന് മുമ്പിൽ ഓരോ കടമ്പകൾ കണ്ട് ഫ്ലൈറ്റും എയർപോർട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം. ആദ്യം പോയി ലഗേജ് അത് കൃത്യമാണ്, ലഗേജ് അങ്ങോട്ട് കൊടുത്തു, അതിപ്പോ തൂക്കമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു, അതിൽ തന്നെ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന രംഗം പലപ്പോഴും ലഗേജ് കെട്ടുന്നവരുണ്ട്. ജീവിതത്തിൽ മരണത്തിന്റെ ലഗേജ് കെട്ടി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര പോകുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ലഗേജിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ ലഗേജിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലപ്പോഴും നമ്മുടെ ഈ ഫ്ലൈറ്റിൽ ചെല്ലുമ്പോൾ അവരുടെ ആളുകൾ ചോദിക്കും, ലഗേജിൽ എന്താ ഉള്ളത്? ഏതെങ്കിലും ചാർജർ ഉണ്ടോ? ഏതെങ്കിലും അർത്ഥത്തിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പടച്ച റബ്ബിലേക്ക് യാത്ര പോകുമ്പോൾ എന്റെ ജീവിത ലഗേജിൽ, നിങ്ങളുടെ ജീവിത ലഗേജിൽ ഹറാമുണ്ടോ, പലിശയുണ്ടോ, ഹറാമുണ്ടോ, സ്ത്രീധനമുണ്ടോ, ഏതെങ്കിലും കള്ളത്തിന്റെ പ്രവർത്തനങ്ങളുണ്ടോ, വ്യഭിചാരമുണ്ടോ, ചൂതാട്ടമുണ്ടോ, ഏതെങ്കിലും തെറ്റായ പാപങ്ങൾ നിങ്ങളുടെ ജീവിത ഭാണ്ഡത്തിൽ കെട്ടിവെച്ചിട്ട് ആ ഭാണ്ഡം ചുമന്നുകൊണ്ടാണോ പ്രിയമുള്ളവരെ നിങ്ങൾ ഖബറിലേക്ക് പോകുന്നത്? ജീവിതത്തിൽ ഞാൻ പറയുന്നത്, മരണത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ആവണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ ഒരു സുഹൃത്തിന്റെ പിതാവ് ഇങ്ങനെ പിസ്വാലിയിൽ കിടക്കാൻ, ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കാൻ, പലപ്പോഴും അവിടെ ചെന്ന് നോക്കി. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അദ്ദേഹം മരണാസന്നമായുമ്പോൾ ഒരുപാട് വസിയത്തുകൾ പറയുന്നു. എന്റെ ജീവിതത്തിൽ പഴയ കാലഘട്ടത്തിൽ എന്റെ 10, 20, 30 കൊല്ലം മുമ്പ് തനിക്ക് സംഭവിച്ച ചെറിയ വീഴ്ച, ആ വീഴ്ചയുടെ ഹക്ക് പൂർത്തീകരിക്കണം, അതുകൊണ്ട് കുറച്ച് പൈസ അവിടെ കൊടുക്കാനുണ്ട്, ചെറിയൊരു തെറ്റായ രീതിയിൽ ആ പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് 20, 30 കൊല്ലം മുമ്പ് നടന്ന ഓർമ്മകൾ കണ്ണടഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ആ ഹക്ക് തീർക്കാൻ വേണ്ടി സ്വന്തം മക്കളെ വിളിച്ചു വരുത്തുകയും ആ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ആ പൈസ കൊടുക്കുക. എത്രയോ കൊല്ലം മുമ്പ് ആ പൈസ വാങ്ങിയാലും മറന്നുപോയി, ആ പൈസ കൊടുത്താലും മറന്നുപോയി, പക്ഷെ അയാൾ വിളിച്ചു വരുത്തിയിട്ട് ആ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യന് പൈസ കൊടുക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ സ്വന്തം മക്കൾ, മരുമക്കൾ എല്ലാവരും വിളിച്ച് കാണാൻ പറയുന്നു. എന്നിട്ട് ജീവിതത്തിൽ എന്റെ മക്കൾ അവൻ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, പള്ളിക്കത് ഇത് ചെയ്യണം, മദ്രസക്ക് ഇങ്ങനെ ചെയ്യണം, വാപ്പാക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന വസിയത്ത് ചെയ്യാൻ പോലും പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എത്ര പേര് പലപ്പോഴും മരിക്കുന്നതിന് മുമ്പ് ഒരു വസിയത്ത് കൊടുക്കാൻ വരും. മക്കളെ എന്ന് പറയുന്ന മക്കളെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ജീവിക്കണം മക്കളെ എന്ന് മക്കളെ പേരെടുത്തേക്ക് പറഞ്ഞിട്ട് ഒന്ന് മക്കളോട് സംസാരിക്കാൻ, വസിയത്തുകൾ കൊടുക്കാൻ, എന്റെ സമ്പത്ത് ഇങ്ങനെ ചെയ്യണട്ടോ, എന്റെ മക്കൾ ഇന്നത് ചെയ്യണട്ടോ എന്ന രീതിയിൽ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് മക്കളോട് വസിയത്തുകൾ പറയാൻ, ആദർശ വസിയത്തുകൾ, സാമ്പത്തിക വസിയത്തുകൾ. നമ്മുടെ കുടുംബത്തിൽ ഇന്ന മാമുണ്ട്, അല്ല ഇന്ന എളിമുണ്ട് അവർക്ക് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇത് ഖുർആൻ വളരെ പ്രാധാന്യം കൊടുത്ത കാര്യമാണ് വസിയത്ത് എന്ന് പറയുന്നത്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي. സ്വന്തം ആദർശപരമായ ദീനിനെ കുറിച്ചുള്ള വസിയത്ത്. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പലപ്പോഴും വസിയത്ത് പോലും കൊടുക്കാൻ കഴിയാത്ത ജീവിതം. സുഹൃത്ത്, എല്ലാ ഓദറ സുഹൃത്ത് യാസില്ല. യാസിൻ എന്താ പറഞ്ഞത് ആളുകൾക്ക് അറിയാൻ പാടില്ല, എല്ലാവർക്കും യാസിൻ ഓതും. ഞാൻ പറയുന്നത് ആ മക്കൾ അവിടെ ഖുർആൻ പാരായണം ചെയ്തു. ആ പിതാവ് ഒരാഴ്ചയോട് ഇങ്ങനെ കണ്ണടന്ന് കിടന്നു. മരിക്കുന്നത് സുബഹിന്റെ സമയത്താണ്. ഒരു വൈകിട്ട് രാത്രി 1 മണി മുതൽ ആ മക്കൾ നല്ല മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു. പിന്നെ മകൻ ഇങ്ങനെ രാത്രി 1 മണി മുതൽ രാവിലെ 4 മണി ഖുർആൻ ഓതി കൊടുക്കുന്ന മക്കൾ. മരിക്കാൻ കിടക്കുന്നിടത്ത് ഖുർആൻ ഓതി കൊടുക്കുക. അത് മരിച്ച ശേഷം ഖുർആൻ എടുക്കണേ. മരിക്കുന്നതിന് മുമ്പ് ശരിക്കും സൂറത്ത് യാസീൻ പോലും ഓതേണ്ടത് മരിക്കുന്നതിന് മുമ്പാണ്. ലക്കിനു അലാ മൗതക്കും സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ പോലും ഓതേണ്ട മരണാസന്നമായ ഇന്ന അസ്ഹാബൽ ജന്നത്തി യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന ഭാഗം പോലും ശരിക്കും മരണാസന്നനായ ആള്. എന്തായാലും മരിക്കുന്ന പിതാവിനും മാതാവിനും ഖുർആൻ ഇങ്ങനെ മനോഹരമായി ഓതി കൊടുക്കുന്നു.
ആ സമയത്ത് അദ്ദേഹം കണ്ണ് വിടർത്തി നോക്കുന്നു, ഖുർആനിലേക്ക് നോക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതത്തിൽ ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് മരിക്കുന്നു. മക്കളൊക്കെ ഒന്ന് ഖുർആൻ ഇങ്ങനെ ഒരു ജീവിതത്തെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ മരണത്തെ ആസ്വദിച്ച് മരണത്തിന്റെ ആസ്വാദ്യത. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിനൊരു ലഹരിയുടെ ലഹരി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഈമാനികമായ ലഹരി ഉണ്ടാകാൻ നമുക്ക് ശ്രമിക്കണം. നല്ല മരണം നമ്മളെല്ലാവരും സ്വപ്നം കാണാം. നമ്മുടെ മക്കൾ വരണം, നമ്മുടെ പേരക്കുട്ടികൾ വരണം, അവരെല്ലാവരും വന്ന് അവരൊക്കെ നല്ല വാക്കുകളും വർത്താനങ്ങളും പറയാൻ കഴിയണം. അവരൊക്കെ നമ്മുടെ ചുറ്റുപറ്റത്തിരുന്ന് അവർ ഖുർആൻ പാരായണം ചെയ്യണം, അവർ ദുആ ചെയ്യണം, ഒക്കെ ഒന്ന് മന്ത്രിക്കണം. ഖുർആനൊക്കെ ഓതി മന്ത്രിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതം മനോഹരമാകാൻ ആ മയ്യത്തുകൾ മക്കൾ കുളിപ്പിക്കുന്ന അവസ്ഥ, ആ മയ്യത്തിൽ മക്കൾ എടുക്കുന്ന അവസ്ഥ, ആ മക്കൾ ജനാസ നിസ്കരിക്കുന്ന അവസ്ഥ, സ്വന്തം പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അവിടെ ഏതർത്ഥത്തിൽ എന്ന് ഉസ്താദിന്റെ 4 റക്അത്ത് അല്ലാഹു അറിയാത്ത ചൊല്ലിക്കൊടുക്കുക ഉസ്താദിന്റെ ചട്ടപ്പടി വർത്താനത്തിനപ്പുറം സ്വന്തം മക്കൾ പിതാവിന് വേണ്ടി വാക്കുകളും സംസാരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ജനാസയെ സ്വന്തം മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവരെ മനോഹരമായി യാത്ര പറയാൻ മാത്രമുള്ള ഒരു വിദ്യാഭ്യാസം. കുട്ടികൾ ഇങ്ങനെ അമേരിക്കയാണ്, ഡോക്ടറാണ്, എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോഴും എന്റെ മകന് ജനാസ നിസ്കരിക്കാൻ പോലും അറിയില്ല എന്ന് പറയുന്ന അവസ്ഥ, എന്റെ മകന് ജനാസയുടെ ദുആ പോലും അറിയാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു ദാരിദ്ര്യം പിടിച്ച ജീവിതം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് പ്രാധാന്യമുള്ള, അവിടെ സ്വർഗത്തിൽ എന്റെ കുടുംബം, എന്റെ ഉപ്പുള്ള സ്വർഗം, എന്റെ ഉമ്മയുള്ള സ്വർഗം, എന്റെ ഭാര്യയുള്ള സ്വർഗം, എന്റെ ഭർത്താവുള്ള സ്വർഗം, എന്റെ മക്കളെല്ലാ ഒരു സ്വർഗത്തിൽ. ഖുർആനിൽ അങ്ങനെ ചില സൂറത്തുകളുണ്ട്. ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും തുബ്തും ഫനിഅമ ഉഖബദ്ദാർ. വാപ്പ സ്വർഗ്ഗത്തിലുണ്ട്, ഉമ്മായും സ്വർഗ്ഗത്തിലുണ്ട്, ഭർത്താവ് സ്വർഗ്ഗത്തിലുണ്ട്, ഭാര്യയും സ്വർഗ്ഗത്തിലുണ്ട്, മക്കളും സ്വർഗ്ഗത്തിലുണ്ട്. മാഷാ അല്ലാഹ്, വാപ്പ സ്വർഗ്ഗത്തിൽ, ഉമ്മ സ്വർഗ്ഗത്തിൽ, വൈഫ് സ്വർഗ്ഗത്തിൽ, ഹസ്ബൻഡ് സ്വർഗ്ഗത്തിൽ, മക്കൾ സ്വർഗ്ഗത്തിൽ. ഫാമിലി സ്റ്റാറ്റസ്, പലപ്പോഴും ദുബായ് ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പലപ്പോഴും. കല്യാണം കഴിക്കുമ്പോൾ പുതിയ അപ്പിളേക്ക് ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ? സ്വർഗത്തിൽ സ്റ്റാറ്റസ് ഉണ്ടോ എന്ന ചോദ്യം. സ്വർഗത്തിൽ സ്റ്റാറ്റസ് ഉള്ള ഭർത്താവ്, സ്വർഗത്തിൽ സ്റ്റാറ്റസ് ഉള്ള കുടുംബം, സ്വർഗത്തിൽ സ്റ്റാറ്റസ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെത്തുന്ന വാപ്പ, സ്വർഗത്തിലെത്തുന്ന ഉമ്മ, സ്വർഗത്തിലെ കുടുംബം, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ആലോചിക്കുകയും അതിലേക്കുള്ള ചിന്ത ഉണ്ടാവുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാനുള്ള ജീവിതം